ഹിന്ദു ഐക്യവേദി 21-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണം നടന്നു. വൈക്കം ചാലപ്പറമ്പ് ടി.കെ. മാധവൻ മെമ്മോറിയൽ യു.പി. സ്കൂളിൽ നടന്ന യോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ.പി. ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഒരു 100 വർഷത്തിന് ശേഷം ഇനിയൊരു 100 വർഷത്തേക്ക് ഹിന്ദു ഐക്യത്തിനും ശാക്തീകരണത്തിനും നവോത്ഥാനത്തിനും വേണ്ടുന്ന ഊർജം പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി അതേ പ്രവർത്തന മാതൃക പിന്തുടരുന്ന ഹിന്ദു ഐക്യവേദി വൈക്കത്തിൻ്റെ മണ്ണിൽ അതിൻ്റെ സംസ്ഥാന സമ്മേളനവുമായി എത്തിയിരിക്കുന്നു. തീർച്ചയായും ചരിത്രത്തിലേക്ക് നടന്നു കയറണം. കേവലം ഒരു സംസ്ഥാന സമ്മേളനം എന്നതിൽ അവസാനിക്കാനല്ല. ഹിന്ദു ഐക്യവേദി ജില്ലാ ക്യാപ്റ്റൻ പി.എൻ. വിക്രമൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി സി. ബാബു സംഘടനാ സമിതിയെക്കുറിച്ച് വിശദീകരിച്ചു. എൻ. ഗംഗാധരൻ ചെയർമാനും ഡോക്ടർ ജയപ്രദീപ് വർക്കിംഗ് ചെയർമാനും ആർ. സോമശേഖരൻ ജനറൽ കൺവീനറുമായുള്ള 51-അംഗ സംഘടനാ സമിതി രൂപീകരിച്ചു. സംഘടനാ സെക്രട്ടറി സി. ബാബു, സഹസംഘടനാ സെക്രട്ടറി വി. സുശികുമാർ എന്നിവർ മാർഗനിർദ്ദേശങ്ങൾ നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി. ഹരിദാസ് സമാപന സന്ദേശം നൽകി. മെയ് 24, 25, 26 തീയതികളിലാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് സമ്മേളനം നടക്കുന്നത്. മെയ് 25-ന് ഹിന്ദു നേതൃത്വ സമ്മേളനവും 26-ന് സംസ്ഥാന പ്രതിനിധി സമ്മേളനവും നടക്കും. യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമ്മനം, സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ്, സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ കെ.വി. ശിവൻ, പി.എസ്. പ്രസാദ്, അനിത ജനാർദ്ദനൻ, സമിതി അംഗങ്ങളായ പ്രൊഫസർ ടി. ഹരിലാൽ, കെ.കെ. തങ്കപ്പൻ, ജില്ലാ സംഘടനാ സെക്രട്ടറി സി. ഡി. മുരളീധരൻ, സഹസംഘടനാ സെക്രട്ടറി ആർ. ജയേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.